ഹലോ, ഗുഡ് ഈവനിങ്. ഓഡിയോ ക്ലിയർ ആണോ? ഓഡിയോ ക്ലിയർ ആണോ എന്ന് പറയണേ. ഓഡിയോ ക്ലിയർ ആണോ? സ്ക്രീൻ ഷെയർ ചെയ്തേക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണോ എന്ന് പറഞ്ഞേ വേഗം. ഓക്കെ അല്ലേ? അപ്പൊ നോക്കിക്കേ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ HCF ആൻഡ് LCM കഴിഞ്ഞ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ക്ലാസ് കണ്ടല്ലേ എല്ലാവരും? പിന്നെ ഒരു കാര്യം കൂടി, നമുക്കിനിയുള്ള ക്ലാസ് അതായത് 40 മിനിറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി കട്ടാവും കേട്ടോ. ഓക്കെ, വീണ്ടും ഞാൻ ഒരു ലിങ്ക് ഞാൻ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ അതിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ വിത്ത് ഓഡിയോ കൊടുത്ത് കയറുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, HCF ആൻഡ് LCM. ഓക്കെ, HCF ആൻഡ് LCM ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. When a number is divided by A, B or C, leaving same remainder n in each case, then that number must be k plus r, where k is LCM of A, B and C. അതായത് ഇപ്പം നമുക്ക് റിമൈൻഡർ വരുന്നു അല്ലേ, എയും ബിയും സിയും വെച്ച് ഒരു നമ്പറിനെ നമ്മൾ എയും ബിയും സിയും വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഒരു നമ്പറിനെ ഞാൻ എന്ത് ചെയ്യുന്നു, എ വെച്ച് ഡിവൈഡ് ചെയ്യുന്നു, ബി വെച്ച് ഡിവൈഡ് ചെയ്യുന്നു, സി വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് എല്ലാത്തിനും എന്താണ്, ആറാണ് എനിക്ക് റിമൈൻഡർ ആയിട്ട് വന്നിട്ടുള്ളത്. എങ്കിൽ നമ്മുടെ നമ്പർ എന്ന് പറയുന്നത്, നമ്മൾ എടുത്തിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും, n+r അല്ലെങ്കിൽ k+r ആയിരിക്കും വരുന്നത്. ഓക്കെ, പറഞ്ഞാൽ മനസ്സിലായോ? കെ എന്ന് പറയുന്നത് എന്താ, ഈ എടുത്തിരിക്കുന്ന നമ്പേഴ്സിന്റെ ABC-യുടെ LCM ആയിരിക്കും. ഓക്കെ, n+r അല്ല k+r ആയിരിക്കും വരുന്നത്. കാരണം ഇതിന്റെ LCM ആണ് k എന്ന് പറയുന്നത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് കണ്ടീഷൻ ക്ലിയർ ആണോ എന്ന് പറയണേ. അതായത് ABC കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്, അതായത് ഡിവൈസറിന്റെ LCM പ്ലസ് റിമൈൻഡർ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ഒരു നമ്പർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ അല്ലേ?
ഇനി രണ്ടാമത്തെ കേസ് പറയുന്നത് when a number is divided by a, b or c, leaving remainders p, q or r respectively, such that the difference between divisor and remainder in each case is same, that is a minus p equal to b minus q in c minus r equal to t, then the least number must be in the form of k minus t, where k is LCM of a, b and c. അതായത് ഒരു നമ്പറിനെ എയും ബിയും സിയും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള റിമൈൻഡർ വരുന്നു. സെയിം ആയിട്ടുള്ള റിമൈൻഡർ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആ നമ്പറിന്റെ LCM പ്ലസ് റിമൈൻഡർ ചെയ്താൽ മതി നമ്പർ കണ്ടുപിടിക്കുക അല്ലേ. പക്ഷെ ഇവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള റിമൈൻഡേഴ്സ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിഫറൻസ് ബിറ്റ്വീൻ ഡിവൈസർ ആൻഡ് റിമൈൻഡർ എടുക്കുക. ഓക്കെ, അപ്പം എല്ലാത്തിലും സെയിം ആയിരിക്കണം. അതായത് ഇപ്പം എ മൈനസ് പി ചെയ്യുന്നത്, ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ ഇപ്പൊ എ മൈനസ് പി ഈക്വൽ ടു ബി മൈനസ് ക്യൂ ഈക്വൽ ടു സി മൈനസ് ആർ ഈക്വൽ ടു എന്ത് വരണം? ടി എന്ന് വരണം. ദെൻ ദ ലീസ്റ്റ് നമ്പർ മസ്റ്റ് ബി ഇൻ ദ ഫോം ഓഫ് കെ മൈനസ് ടി. അതായത് ലീസ്റ്റ് നമ്പർ അപ്പൊ എങ്ങനെയായിരിക്കും? കെ മൈനസ് ടി എന്നുള്ള ഫോമിലായിരിക്കും. കെ എന്ന് പറയുന്നത് എയും ബിയും സിയുടെയും LCM ആയിരിക്കും. ഓക്കെ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? റിമൈൻഡേഴ്സ് സെയിം ആണെങ്കിൽ നമ്പർ കണ്ടുപിടിക്കാൻ ആ നമ്പേഴ്സിന്റെ ഡിവൈസറിന്റെ LCM പ്ലസ് റിമൈൻഡർ ചെയ്താൽ മതി നമ്പർ കണ്ടുപിടിക്കാൻ. പക്ഷെ ഡിഫറെന്റ് ആയിട്ടുള്ള റിമൈൻഡേഴ്സ് ആണ് വരുന്നതെങ്കിൽ എന്താണ് റെസ്പെക്ട് അതായത് ഡിവൈസർ മൈനസ് റിമൈൻഡർ എടുക്കുക. മൂന്നിലും ഈക്വൽ ആണെങ്കിൽ എന്ത് പറയാൻ പറ്റും? ഈക്വൽ ടു ടി എന്ന് എടുക്കുക. അതായത് നമുക്കപ്പോൾ എന്ത് വരും? ആ LCMൽ നിന്നും ടി സബ്ട്രാക്ട് ചെയ്യുന്നതായിരിക്കും അവിടുത്തെ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ദ ലാർജസ്റ്റ് നമ്പർ വിച്ച് വെൻ ഡിവൈഡ് ദ നമ്പേഴ്സ് എ ബി സി ദ റിമൈൻഡേഴ്സ് ആർ സെയിം, then the largest number is given by HCF of a minus b, b minus c and c minus a. അതായത് ലാർജസ്റ്റ് നമ്പർ, ഓക്കെ, ഒരു നമ്പറിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാണ് എ ബി സി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡേഴ്സ് സെയിം ആണെങ്കിൽ ആ ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് അതിന്റെ HCF അല്ലേ നമ്മൾ പറഞ്ഞത്, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പൊ എങ്ങനെയാന്ന് ചോദിച്ചാൽ എ മൈനസ് ബി, ബി മൈനസ് സി ആൻഡ് സി മൈനസ് എ എന്ത് ചെയ്യുക? അതിന്റെ HCF കണ്ടുപിടിച്ചാൽ മതി, നമുക്ക് ലാർജസ്റ്റ് നമ്പർ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഈ മൂന്ന് കാര്യങ്ങൾ ക്ലിയർ ആണോ എന്ന് വേഗം പറഞ്ഞേ. ഓക്കെ ആണോന്ന് പറയണേ. ക്ലിയർ ആവുന്നില്ലേ? പറയുന്നത് ക്ലിയർ ആവുന്നില്ലേ? ക്ലിയർ ആവുന്നില്ലേ? എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടോന്ന് പറയണേ. ഡിസ്റ്റർബൻസ് ഉണ്ടോ? അത് മൈക്ക് ഓൺ ആണോ നോക്കട്ടെ. എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, അതാണേ. മൈക്ക് ഓൺ ആണോ? ഓഫാക്കി വെച്ചേ. ഇപ്പൊ ഓക്കെ ആയോ? മൈക്ക് ഓഫാക്കി വെക്കണം കേട്ടോ. മ്യൂട്ട് ആക്കിയിട്ടേ വേണം എല്ലാവരും കേറാൻ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇനി ക്വസ്റ്റ്യൻസ് ചെയ്യാലോ. അപ്പൊ ഇത് തന്നെയാണ് ലാസ്റ്റ് സെന്റൻസ് ഒന്നുകൂടെ വന്നേക്കാണ്. സോ ക്വസ്റ്റ്യൻസ് ചെയ്യാലോ. അപ്പൊ വേഗം ക്വസ്റ്റ്യൻ നമ്പർ 1 ഒന്ന് ചെയ്തിട്ട് ആൻസർ എന്താ വരുന്നതെന്ന് വേഗം പറഞ്ഞേ.
ഓക്കെ, നമുക്ക് നോക്കാം എന്താ വരുന്നേ. ഓക്കെ, കിട്ടിയല്ലേ. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഗ്രേറ്റസ്റ്റ് നമ്പർ ആണ് ചോദിച്ചേക്കുന്നത്. ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? HCF ആണ് അല്ലേ? അല്ലേ, ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് HCF അല്ലേ? അപ്പൊ നോക്കിക്കേ, വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ദാറ്റ് വിൽ എക്സാക്ട്ലി ഡിവൈഡ് 96, 528 ആൻഡ് 792 ആണ് ചോദിച്ചിരിക്കുന്നത്. സോ 96 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാ വരുന്നത്? ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 2⁵ ഇൻറ്റു 3 × 5, സോറി 3 × 1 എന്ന് പറയാം അല്ലേ? ഓക്കെ അല്ലേ? 1 ഇപ്പൊ എല്ലാത്തിന്റെയും ഫാക്ടേഴ്സ് ആണ് നമുക്കറിയാം. ഓക്കെ, അപ്പൊ നോക്കിയേ, 2⁵ ഇൻറ്റു 3 × 1. ഓക്കെ, ഇനി നമ്മൾ 528 എടുക്കുകയാണെങ്കിലോ, 528 എന്ന് പറയുന്നതും എന്താണ്? 2⁴ ഇൻറ്റു 3 × 11 × 1 എന്ന് വരും. ഇനി നമ്മൾ 792 എടുക്കുകയാണെങ്കിലോ, ഫാക്ടർ എന്തൊക്കെ വരും? ഫാക്ടർ എന്ന് പറയുമ്പോൾ 2³ ഇൻറ്റു 3² ഇൻറ്റു 11 × 1 എന്ന് വരും. ഓക്കെ, ഇനി ഈ മൂന്ന് നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചു. ഇനി HCF കാണാൻ എളുപ്പമല്ലേ? HCF എന്ന് പറയുമ്പോൾ എന്താ? 2ന്റെ ഏറ്റവും ചെറിയ പവർ അല്ലേ, 2³ ഇൻറ്റു 3യുടെ ഏറ്റവും ചെറിയ പവർ 3 അല്ലേ? അപ്പൊ എന്ത് വരും? ഇതേ ഉള്ളേ വരത്തുള്ളൂ, ഇൻറ്റു 1. ഇനി വേറെ ഒന്നും വരത്തില്ല. സോ 2³ എന്ന് പറഞ്ഞാൽ 8, 8 × 3 24. സോ 24 ആണ് ഇവിടുത്തെ ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം കേട്ടോ. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. ഇത് ക്ലിയർ അല്ലേ? ഓക്കെ ആണെന്ന് പറയണേ. ഓക്കെ അല്ലേ? അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ. ഓക്കെ, നമുക്ക് നോക്കാം എന്താ വരുന്നേ. വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ദാറ്റ് വിൽ ഡിവൈഡ് 29, 60 ആൻഡ് 103 വിൽ ലീവ് അസ് റിമൈൻഡർ 5, 12, 7 റെസ്പെക്റ്റീവ്ലി അല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? 29ൽ നിന്നും എന്ത് ചെയ്യണം? ഗ്രേറ്റസ്റ്റ് നമ്പറാ കണ്ടുപിടിക്കണ്ടേ അല്ലേ? അപ്പൊ ഗ്രേറ്റസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഒരു ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു പറഞ്ഞത്? ഇതിന്റെ ഡിഫറൻസ്, അതായത് നമ്മളൊരു നമ്പറിനെ ഈ പറയുന്ന നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 29, 60, 103 കൊണ്ട് ഗ്രേറ്റസ്റ്റ് നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ റിമൈൻഡേഴ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന 5, 12, 7 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താ ചെയ്യണ്ടേ? ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം? 29 - 5 ചെയ്യുക അല്ലേ? അപ്പം നമുക്ക് എന്ത് കിട്ടും? 24 എന്ന് കിട്ടും ആണല്ലോ. ഇനി അടുത്ത് 60 - 12 ചെയ്യുക. ഓക്കെ, 60 - 12 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 60 - 12 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പറഞ്ഞേ. 60 - 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48 എന്ന് കിട്ടും. ഓക്കെ, ഇനി നോക്ക് 103. 103 മൈനസ് എന്ത് ചെയ്യുക? 7 ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? 96 എന്ന് കിട്ടും. എന്നിട്ട് എന്താ ചെയ്യണ്ടേ? ഈ മൂന്ന് നമ്പേഴ്സിന്റെ HCF കണ്ടുപിടിക്കാം. അപ്പം നോക്ക്, 24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 24ന്റെ മൾട്ടിപ്പിൾസ് ആണ് ഈ 48, 26 എന്ന് മനസ്സിലാക്കാം. അപ്പം നമുക്ക് ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും ഇവിടെ? 24 ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. പറഞ്ഞ മനസ്സിലായോ? അല്ലെങ്കിൽ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചിട്ട്
ചെയ്താലും മതി. ഓക്കെ, ക്ലിയർ ആണെന്ന് പറയണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. ഓക്കെ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ. Mhm. That's good. Criteria അറിയില്ല അതിനിപ്പോ മുന്നോട്ട് പോകാൻ. It's very hard to comprehend what they are going to say. Predictable അല്ല. So it's better to seek someone else's opinion. Yeah. ഓക്കെ അല്ലേ? നോക്കിക്കേ. What is the least number which when decreased by 5 is divisible by 36, 48, 21 and 28 ആണ് പറഞ്ഞിട്ടുള്ളത്. സോ എന്താ കിട്ടിയേക്കുന്നത്? ലീസ്റ്റ് നമ്പർ ആണ്. ഓക്കെ, ലീസ്റ്റ് നമ്പർ ആണ്. സോ LCM ആണ് വരണ്ടേ. അപ്പൊ നമുക്ക് എന്താ, വിച്ച് വെൻ ഡിക്രീസ്ഡ് ബൈ 5 ആണ്, ഈസ് ഡിവിസിബിൾ ബൈ 36, 48, 21 ആൻഡ് 28 ആണ്. സോ നമുക്ക് നോക്കാം അല്ലേ, തന്നിരിക്കുന്ന ഓരോ നമ്പേഴ്സ് നമുക്ക് നോക്കാം. സോ 36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ വരുന്നത് ഫാക്ടേഴ്സ്? നമുക്ക് 4 × 9 എഴുതാം. 4 × 9 എന്ന് പറഞ്ഞാൽ 2² × 3² എന്ന് വരും. ഓക്കെ, ഇനി 48 ആണെങ്കിലോ, 48നെ നമുക്ക് എങ്ങനെ എഴുതാം? 16 × 3 എന്ന് എഴുതാം. 16 എന്ന് പറയുമ്പോൾ 2⁴ × 3 എന്ന് വരും. ഇനി 21നെ നമുക്ക് എങ്ങനെ എഴുതാം? 7 × 3 അല്ലെങ്കിൽ 3 × 7 എന്ന് എഴുതാം. ഇനി 28 ആവുമ്പോഴോ 4 × 7, അതായത് 2² × 7. സോ നമുക്ക് LCM ആണ് വേണ്ടത് അല്ലേ? സോ LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത്? 2ന്റെ ഏറ്റവും വലിയ പവർ 2⁴ ഇൻറ്റു 3യുടെ പവർ 3² ഇൻറ്റു 7. ഓക്കെ, ഇതല്ലേ നമുക്ക് ആൻസർ വരുന്നത്. സോ 2⁴ 16 × 9 × 7. ഓക്കെ, 16 × 9 × 7 നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1008 ആണ്. ഓക്കെ, അപ്പൊ ഇതാണോ ആൻസർ? ആണോ? അല്ല. വിച്ച് വെൻ ഡിക്രീസ്ഡ് ബൈ 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 5 ഡിക്രീസ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ നമ്പേഴ്സ് ഡിവിസിബിൾ പറഞ്ഞേക്കുന്നത്. സോ 1008ന്റെ കൂടെ എന്ത് ചെയ്യണം? 5ഉം കൂടെ ആഡ് ചെയ്യണം. സോ അതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ 1013 എന്ന് വരും. ഇതാണ് കിട്ടുന്ന ആൻസർ കേട്ടോ. ഓക്കെ ആണോ? ഈ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചേ. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ.
ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ ആണെന്ന് പറയണേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ. ഓക്കെ, പറഞ്ഞേ, ആൻസർ പറഞ്ഞേ. ഇവിടെ എന്താ വരുന്നേ? എന്താ വരുന്നേന്ന് പറഞ്ഞേ. വാട്ട് ഗ്രേറ്റസ്റ്റ് നമ്പർ ക്യാൻ ബി സബ്ട്രാക്റ്റഡ് ഫ്രം 10,000? ഓക്കെ, ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ത് ചെയ്തു? സബ്ട്രാക്ട് ചെയ്യണം. 10,000 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ സോ ദാറ്റ് ദ റിമൈൻഡർ മേ ബി ഡിവിസിബിൾ ബൈ. റിമൈൻഡർ എന്ന് പറയുന്നത് 32, 36, 48, 54. ഓക്കെ, ഡിവിസിബിൾ ആകും. ഈ നമ്പേഴ്സ് കൊണ്ട് എന്താണ് റിമൈൻഡേഴ്സ് ഡിവിസിബിൾ ആകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഉം? എന്താ ചെയ്യണ്ടേ? എന്താ വരുന്നത്? അതായത് 32, 36, 48, 54 കൊണ്ട് ഡിവിസിബിൾ ആകും. സോ നമുക്ക് ഇതിന്റെ ഫാക്ടേഴ്സ് ഒന്ന് കണ്ടുപിടിക്കാം അല്ലേ. 32 എന്ന് പറഞ്ഞാൽ 16 ഇൻറ്റു 2 ആ, അല്ലെങ്കിൽ 16 വേണ്ട, നമുക്ക് 2⁵5 എന്ന് എഴുതാം അല്ലേ. ആണല്ലോ. 36നെ നമുക്ക് എങ്ങനെ എഴുതാം? 4 ഇൻറ്റു 9, അതായത് 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ. ഓക്കെ, ആൻഡ് 48നെ 16 ഇൻറ്റു 3, അതായത് 2⁴ ഇൻറ്റു 3. 54നെ 18 ഇൻറ്റു 3, 18 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 2 ഇൻറ്റു 3 ക്യൂബ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ കിട്ടിയല്ലോ, ഫാക്ടേഴ്സ് കിട്ടി. അപ്പൊ ഇതിന്റെ LCM കണ്ടുപിടിക്കുക. ഓക്കെ, അതായത് ഗ്രേറ്റസ്റ്റ് നമ്പർ ആണ്, പക്ഷെ നമുക്ക് റിമൈൻഡർ എന്ത് ചെയ്യണം? ഇതിൽ ഡിവിസിബിൾ ആവണം. അപ്പൊ ഇതിന്റെ LCM എന്ന് പറയുമ്പം എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? LCM എന്ന് പറയുന്നത് നോക്കിക്കേ, 2⁵5 ഇൻറ്റു, ഓക്കെ, 2⁵5 അല്ലേ ഏറ്റവും വലുത്, ആൻഡ് 3 ക്യൂബ്. 2⁵5 എന്ന് പറഞ്ഞാൽ 32 ആണ്. 32 ഇൻറ്റു 27 എന്ന് വരുമ്പം നമുക്ക് എന്ത് കിട്ടും? 864 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇതെന്ത് ചെയ്യണം? HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ HCF കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ നമ്പറിൽ നിന്നും ഏതോ ഒരു വലിയ നമ്പർ സബ്ട്രാക്ട് ചെയ്യണം അല്ലേ. അപ്പോൾ എന്ത് വരും? 10,000 മൈനസ് 864. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9,136 എന്ന് കിട്ടും. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഗ്രേറ്റസ്റ്റ് നമ്പർ ക്യാൻ ബി സബ്ട്രാക്റ്റഡ് ഫ്രം 10,000 സോ ദാറ്റ് ദ റിമൈൻഡർ മേ ബി ഡിവിസിബിൾ ബൈ 32, 36, 48, 54. സോ 864 എന്ന് പറയുമ്പോൾ അതിന്റെ LCM അല്ലേ കണ്ടുപിടിക്കുന്നത്. കാരണം ഇതിൽ ഈ 864 എന്താണ്, ഈ പറയുന്ന നമ്പേഴ്സ് എല്ലാം ഡിവിസിബിൾ ആകും. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? HCF കണ്ടുപിടിക്കാൻ 9,136 എന്ന ആൻസർ കിട്ടും. മനസ്സിലായില്ലേ? അതായത് ഫാക്ടേഴ്സ് കാണുക, ഫാക്ടേഴ്സ് കണ്ടിട്ട് LCM കാണുക. LCM കണ്ടിട്ട് എന്താ ചെയ്യേണ്ടത്? അതായത് LCM കിട്ടുമ്പം നമുക്ക് മനസ്സിലാക്കാം, ഈ നമ്പേഴ്സ് 864 ഡിവൈഡ് ആവുന്ന നമ്പറാണ് 32, 36 ഡിവൈഡ് ആകും, അതേപോലെ 48ഉം 54ഉം ഡിവൈഡ് ആകും. അപ്പോൾ നമുക്ക് ഈ നമ്പേഴ്സ് അതിന് ഡിവൈഡ് ആവണമെങ്കിൽ എന്താ, അതിൻ്റെ LCM കണ്ടുപിടിക്കണം. മനസ്സിലായോ? ഈ പറയുന്ന നമ്പേഴ്സ് എല്ലാം 864 ഡിവൈഡ് ആയി പോകുന്ന നമ്പേഴ്സ് ആണ്. അതിന് വേണ്ടിയിട്ടാണ് LCM കണ്ടുപിടിച്ചത്. ഡിവൈഡ് ആയി പോകണമെന്ന് അവർ പറയുന്നുണ്ട്. മേ ബി ഡിവിസിബിൾ ബൈ 32, 36, 48, 54. ഡിവൈഡ് ചെയ്ത് നോക്കിക്കോ, റിമൈൻഡർ 0 വരുന്ന രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ LCM കണ്ടുപിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? ആ HCF കാണണമെങ്കിൽ ഈ LCM എന്ത് ചെയ്യണം? ആ 10,000 നിന്നും സബ്ട്രാക്ട് ചെയ്താൽ മതി. കേട്ടോ? ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ.
ഓക്കെ, നമുക്ക് നോക്കാം എന്താ വരുന്നേ. കിട്ടിയില്ലേ ആർക്കും ആൻസർ? ആൻസർ പറഞ്ഞേ വേഗം. ആൻസർ പറഞ്ഞേ. ചെയ്യുവാണോ അതോ കിട്ടിയില്ലേ? നോക്കിക്കേ എന്താ വരുന്നേ. അതായത് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് 6 ഡിജിറ്റ്. ഓക്കെ, 6 ഡിജിറ്റിൽ ഗ്രേറ്റസ്റ്റ് നമ്പർ ആയിരിക്കണം. വിച്ച് വെൻ ഡിവൈഡഡ് ബൈ 5, 7, 12 ആൻഡ് 15 ലീവ്സ് റെസ്പെക്റ്റീവ്ലി റിമൈൻഡർ 3, 5, 10, 13. അതായത് ഒരു 6 ഡിജിറ്റ് നമ്പർ, ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള, അതായത് ഏറ്റവും ഗ്രേറ്റസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാണ്? ദേ ഈ തന്നിരിക്കുന്നതാണ് ഏറ്റവും ഗ്രേറ്റസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ അതല്ല. ബട്ട് ദ ഗ്രേറ്റസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ, ഏതോ ഒരു ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള 6 ഡിജിറ്റ് നമ്പർ മീൻസ് നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ വരണം, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 റിമൈൻഡർ വരണം, 12 ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം നമുക്ക്? 10 റിമൈൻഡർ വരണം, 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 13 റിമൈൻഡർ വരണം. മനസ്സിലായോ? അപ്പൊ ഇതിനെ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമുക്കൊരു 6 ഡിജിറ്റ് നമ്പർ ആദ്യം എടുക്കുക. ഓക്കെ, 6 ഡിജിറ്റ് നമ്പർ എടുക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഈ ഡിവൈസേഴ്സിന്റെ എൽസിയം കാണുക. ഓക്കെ, 5, 7, 12, 15 ഇതിന്റെ എൽസിയം കാണുക. എൽസിയം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5, 7, 12, 6, 15ന്റെ എൽസിയം എന്ന് പറയുന്നത് 420 ആണ്. ഓക്കെ, ഈ 420 കൊണ്ട് ഈ വലിയ 6 ഡിജിറ്റ് നമ്പറിനെ ഞാൻ അങ്ങ് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അതായത് എന്ത് ചെയ്തു? ഈ തന്നിരിക്കുന്ന നമ്പറിനെ, അതായത് നമ്മുടെ 9, എത്ര 9 എടുക്കണം? 6 ഡിജിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ ഈ നമ്പറിനെ എന്ത് ചെയ്തു? ഈ എൽസിയം കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യുമ്പം എനിക്ക് എന്തുവാ കിട്ടുന്നത്? എനിക്ക് കിട്ടുന്ന റിമൈൻഡർ ആണ് 399 എന്ന് പറയുന്നത്. എന്നിട്ട് ഈ 399 എന്ത് ചെയ്യണമെന്ന് അറിയാവോ? നമ്മുടെ 6 ഡിജിറ്റ് നമ്പർ ഉണ്ടല്ലോ, ഗ്രേറ്റസ്റ്റ് 6 ഡിജിറ്റ് നമ്പറിൽ നിന്നും ഈ 399 കുറയ്ക്കണം. കൂടാതെ എന്ത് ചെയ്യുക? 2ഉം കുറയ്ക്കണം. ഓക്കെ, നിങ്ങൾക്ക് പലർക്കും 2 കുറയ്ക്കാത്ത ആൻസർ ആണ് കിട്ടിയിട്ടുള്ളത്. സോ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എന്താ കിട്ടുന്ന വാല്യൂ? 9999598. ഇതാണ് ഗ്രേറ്റസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ. അതായത് ഈ നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 റിമൈൻഡർ വരും, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 റിമൈൻഡർ വരും, 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 റിമൈൻഡർ വരും, 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 13 റിമൈൻഡർ വരും. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നേ? എന്താണ് 359 എങ്ങനെയാ വരുന്നേ? 359 ആണോ? എന്താണ്? 399 ആണ് വരുന്നത് കേട്ടോ. 2 എന്തിനാ കുറയ്ക്കുന്നേന്ന് ക്ലാസ് കണ്ടതാണോ എന്ന് പറഞ്ഞേ. ക്ലാസ് കണ്ടായിരുന്നോ? ക്ലാസ് കണ്ടതാണോ എന്ന് പറഞ്ഞേ. എല്ലാരും ക്ലാസ് കണ്ടിട്ടാണോ വന്നേ? അപ്പൊ 2 എന്തിനാ കുറയ്ക്കുന്നേ? 2 കുറയ്ക്കുന്നില്ലായിരുന്നോ ക്ലാസ്സിനകത്ത്? പറഞ്ഞേ, കേൾക്കുന്നില്ലേ പറയുന്നേ? എന്തിനാ 2 കുറച്ചേ? കോമൺ ഡിഫറൻസ് അല്ലേ? അതായത് 5ന്റെയും 3യുടെയും ഡിഫറൻസ് ആണ് 2, 7ന്റെയും 5ന്റെയും ഡിഫറൻസ് ആണ് 2, 12ന്റെയും 10ന്റെയും ഡിഫറൻസ് ആണ് 2, 15ന്റെയും 13ന്റെയും കോമൺ ഡിഫറൻസ്. സോ കോമൺ ഡിഫറൻസ് ആണ് 2. സോ നമ്മൾ എന്താണോ കോമൺ ഡിഫറൻസ് അത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ അല്ലേ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും ഈ ചെയ്തതില്? ഓക്കെ ആണെന്ന് പറയണേ. ഒന്നുമില്ല, എൽസിയം കാണുക. എൽസിയം കൊണ്ട് നമ്മൾ ആ ലാസ്റ്റ് ഇപ്പം 5 ഡിജിറ്റ് നമ്പർ ആണെങ്കിലും തന്നിരിക്കുന്ന ഡിവൈസേഴ്സിന്റെ എൽസിയം കാണുക. എൽസിയം കണ്ടിട്ട് എന്താ എൽസിയം കണ്ടിട്ട് എന്ത് ചെയ്യണം? നമ്മളത് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ കൊണ്ട് അതിനകത്ത് സബ്ട്രാക്ട് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് അതിന്റെ കോമൺ ഡിഫറൻസും കൂടെ ഒന്ന് സബ്ട്രാക്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. മനസ്സിലായോ? ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോ.
ഓക്കെ, ഇതെങ്ങനെയാ ചെയ്യുന്നേ? പറഞ്ഞേ, ഇതെങ്ങനെയാ ചെയ്യുന്നേ? പറഞ്ഞ ആൻസർ എങ്ങനെയാ കിട്ടുന്നതെന്ന് പറഞ്ഞേ. ഗ്രേറ്റസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താ എടുക്കണം നമ്മളിവിടെ? ഗ്രേറ്റസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ആകുമ്പോ എന്താ ചെയ്യണ്ടേ? പറഞ്ഞേ, ആൻസർ പറഞ്ഞേ. എങ്ങനെയാ ചെയ്തതെന്ന് പറഞ്ഞേ എനിക്ക്. പറഞ്ഞേ, കേൾക്കുന്നില്ലല്ലോ.